ഈ തലമുറ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ തലമുറയും ഇനിയൊരു തലമുറ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എ ടൈപ്പ് ഓഫ് ഡിപ്രഷൻ. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരാം. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഒക്കെ അവിടെ കാണും. ഏതെങ്കിലും രീതിയിൽ ഡിപ്രസ്ഡ് ആകാത്ത ഒരാളെങ്കിലും ഇല്ലാത്തൊരു വീട് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഇറ്റ്സ് വെരി കോമൺ. എന്നാൽ എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും? സൗരൻ നമ്മെ ഓർപ്പിക്കുകയായിരുന്നു, ശിവസമയം ഓർപ്പിക്കുകയായിരുന്നു, നാം ക്രിസ്തുവിൽ ആയിരിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്ത് നമ്മെ ഉയർപ്പിച്ചിരുത്തിയിരിക്കുന്നു. പക്ഷേ sometimes I am down or sometimes I am discouraged. നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്, നമ്മൾ യേശുവിനെ നോക്കുമ്പോഴൊക്കെ നമ്മൾ എൻകറേജ്ഡ് ആയി, നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ചപ്പോഴൊക്കെയും നമ്മൾ ഡിസ്കറേജ്ഡ് ആയി. ഈ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന ആൾക്കാരൊക്കെയും ധൈര്യത്തോടെ ഞാൻ പറയാം നിങ്ങളോട്, നിങ്ങൾക്ക് അവരോട് ഒരു സന്തോഷത്തിന്റെ വർത്തമാനം പറയാനുണ്ട്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ, നിങ്ങൾ ഓട്ടോറിക്ഷയിലായിക്കോട്ടെ, മെട്രോയിലായിക്കോട്ടെ, ഫ്ലൈറ്റിലായിക്കോട്ടെ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കാൻ പോകുന്ന വ്യക്തി, he or she will be a depressed person. നമുക്ക് അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രാക്ടോ ബൈബിളോ എന്നതിനപ്പുറമായി, അവർക്ക് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഈ തലമുറയ്ക്ക് കൊടുത്തേച്ചു പോകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ ഞാൻ എങ്ങനെ നമുക്ക് ഒരു കാരണം ഞാൻ പറയാം. ഞാൻ ഡിപ്രസ്ഡ് ആണെങ്കിൽ, ഞാൻ ഡൗൺ ആണെങ്കിൽ, എനിക്കെങ്ങനെ മറ്റൊരാളെ എൻകറേജ് ചെയ്യാനായിട്ട് കഴിയും? 1.5 ലക്ഷം പേര് ജോലി ചെയ്യുന്നൊരു കമ്പനിയാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിലും, നിങ്ങളുടെ CEO ആയിക്കോട്ടെ, MD ആയിക്കോട്ടെ, ബോസ് ആയിക്കോട്ടെ, ബിഗ് ബോസ് ആയിക്കോട്ടെ, വരുന്ന തലമുറയിലെ കൊടുങ്കാറ്റുകൾക്കും തിരമാലകൾക്കും മുമ്പിൽ നിൽക്കാനുള്ള ട്രെയിനിങ് അവന് കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മ ബലത്തോടെ, ഗിദെയോന്റെ ആത്മാവോടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ നീ അവിടേക്ക് കടന്നു പോകണമെന്ന് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കേവലം എന്തെങ്കിലും ഫിലോസഫി കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നുമല്ല. ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ നിങ്ങൾ ലോകത്തെ ജയിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമുള്ള വ്യക്തി ഈ ലോകത്തെ ജയിക്കുക തന്നെ ചെയ്യും. 146 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. സാംസ് 146 അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. 146 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ തുടക്കം തന്നെ എങ്ങനെയാണ്? സാംസ് 146 and verses. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക, ജീവനുള്ളവെന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് എന്താണ്? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിപ്പീൻ. എൻ മനമേ, അവനോട് തന്നെ പറയാ, ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഉള്ള കാലത്തോളം, ജീവനുള്ള കാലത്തോളം ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം ഞാൻ ദൈവത്തിന് കീർത്തനം ചെയ്യും. 5-ാമത്തെ വാക്യമാണ് ദൈവന്റെ ഹൃദയത്തെ ചലിപ്പിച്ചത്. 5-ാമത്തെ വാക്യം. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ എന്താ ദൈവത്തോട് ചോദിച്ചേ? നിങ്ങൾ എന്താ ദൈവത്തോട് ചോദിച്ചേ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വന്നപ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചത് എന്താ? ഒന്നും ചോദിച്ചില്ല.
നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട്, എങ്കിലും പ്രധാനമായിട്ട് എന്താ ദൈവത്തോട് ചോദിച്ചേ? പറഞ്ഞു എന്തുവാ? മക്കളുടെ രക്ഷ, ഓക്കെ, മക്കളുടെ സാൽവേഷൻ. പിന്നെ ആരും ഒന്നും ചോദിച്ചില്ല. ദൈവത്തിന്റെ തേജസ്സിനെ, പിന്നെ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു, പിന്നെ ദൈവകൃപയെ ചോദിച്ചു, പിന്നെ വേഗത്തിലാട്ടെ, വേറൊന്നും ചോദിച്ചില്ല. ദൈവ പദ്ധതി വെളിപ്പെടുത്തി തരണമെന്ന് ചോദിച്ചു. നാളുകൾ കഴിയും തോറും ഞാൻ ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ താഴ്മയോടെ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത്, ലോർഡ്, ഹൂ ആർ യു ലോർഡ്? നീ ആരാണെന്ന് എനിക്കിതുവരെയും വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല. നിന്നെ തന്നെ നീ എനിക്ക് വെളിപ്പെടുത്തി തരണം. നിന്റെ വെളിപ്പെടുത്തലുകൾ എനിക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഞാൻ സ്വസ്ഥനും സമാധാനമുള്ളവനുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യം ദൈവത്തോട് ചോദിക്കണം, ലോർഡ്, ഹൂ ആർ യു ലോർഡ്? ദൈവം നീ ആരാണ്? ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരും. ദൈവം ആരാണെന്ന് താഴോട്ട് പറയും. ദൈവം എന്ത് ചെയ്യുന്നു? അടുത്തൊരു ചോദ്യമാ, ലോർഡ്, വാട്ട് ആർ യു ഡൂയിങ്? ദൈവം നീ എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ എല്ലാം വിചാരം എന്താണെന്നറിയാം, ദൈവം വെറുതെ ഇരിക്കുക. നമ്മളൊക്കെ മുമ്പ് പറഞ്ഞു, ദൈവ സിംഹാസനത്തിൽ എന്ത് ചെയ്യുക? ദൈവ സിംഹാസനത്തിൽ വെറുതെ അങ്ങ് ഇരിക്കുക. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അതൊക്കെ കണ്ട് അങ്ങ് സന്തോഷിക്കുന്നു. ദൈവം എന്താ ചെയ്യുന്നത്? താഴോട്ട് വായിച്ചാട്ടെ. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സങ്കീർത്തനക്കാരൻ ഒരു വെളിപ്പാട് പ്രാപിച്ചിട്ട് എഴുതിയിരിക്കുകയാണ്. വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ ആകാശത്തെ ഉണ്ടാക്കി, ഭൂമിയെ ഉണ്ടാക്കി, സമുദ്രത്തെ ഉണ്ടാക്കി, അവയിലുള്ള സകലത്തെയും ദൈവം ഉണ്ടാക്കി. ദൈവം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഗാഡ് ഈസ് അവർ ക്രിയേറ്റർ. രണ്ട് രീതിയിൽ നമുക്ക് ദൈവത്തിന്റെ കൂടെയുള്ള സമയങ്ങളെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒന്ന്, ഏറ്റവും അറിബോറായിട്ട് സ്പെൻഡ് ചെയ്യാം. ദൈവത്തിന്റെ ഭാഗത്തെ പ്രോബ്ലം അല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കും, പ്രാർത്ഥിക്കുന്ന ഇത്ര നേരമായിട്ട് ഇരുന്നല്ലോ, അരമണിക്കൂർ ഇരുന്ന് നമ്മൾ സമയം പോകുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ക്ലോക്കിലോട്ട് നോക്കും, ഇടയ്ക്ക് നമ്മൾ മൊബൈലിൽ മെസ്സേജ് വന്നു നോക്കും. ഇല്ല എങ്കിൽ ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് നാം ദൈവസന്നിധി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ പേഴ്സണൽ ടൈം ഒരു ആരാധനയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം ആകാശത്തെ ഉണ്ടാക്കി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ മനുഷ്യപുത്രനെ നീ നോക്കേണ്ടതിന് അവൻ എന്തും മാത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ സമയം സ്പെൻഡ് ചെയ്യുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാ. ചാടിക്കേറി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ ധ്യാനിച്ചു തുടങ്ങണം. ഭൂമി കണ്ടാൽ ഭയപ്പെട്ടു പോകുമായിരുന്നു. നമ്മളെ ഭൂമി ദൈവം ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. ഈ ഭൂമി ഉൽപ്പത്തി 1:1 മുമ്പ് പാഴും ശൂന്യവുമായി കണ്ട ഈ ഭൂമിയെ കണ്ടാൽ നമ്മൾ പറയും. എന്നാൽ ബൈബിളിന്റെ ആരംഭത്തിൽ പറയുന്നു, ദൈവം ഒരു വാക്ക് പറഞ്ഞു, ലെറ്റ് ദെയർ ബി ലൈറ്റ്. അത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ധ്യാനിക്കണം. എന്താ? കറത്തിരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നൊരു വചനം ശക്തിയോടെ കടന്നു വരികയാണ്. ലെറ്റ് ദെയർ ബി ലൈറ്റ്. അവിടെ പെട്ടെന്നൊരു വെളിച്ചമുണ്ടായി. ആത്മാവിൽ ധ്യാനിക്കണം, അങ്ങനെ ബൈബിള് പഠിക്കുന്നേ. പെട്ടെന്നൊരു വെളിച്ചമുണ്ടായി. പിന്നെ സംഭവിച്ച കാര്യം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പ് വീണു കിടന്ന് പറയും, ദൈവമേ, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യങ്ങളും ഉളവായി. നമ്മളൊരു പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ ദൈവസന്നിധി ഇരുന്ന് കേട്ടോ. അവൻ ആഴികളെ തന്റെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞെന്തറിയോ, ഈ ടെൻഷനും പ്രഷറും കാര്യങ്ങളൊക്കെ BP അല്ല, അല്ലാത്ത കാര്യങ്ങളും ടെൻഷനും, കൊച്ചിന്റെ പരീക്ഷ, പിന്നെ LKG എക്സാം, പിന്നെ നാട്ടിലെ കാര്യങ്ങള്, പിന്നെ മക്കളുടെ കല്യാണം, ഈ കാര്യങ്ങള്, പിന്നെ മക്കളുടെ ഭാവി, മക്കൾ രക്ഷിക്കപ്പെടുവോ, എനിക്ക് ആത്മീയമായിട്ട് വളരുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടേ സമുദ്രത്തെ വെള്ളത്തെ കയ്യിൽ കോരിയെടുക്കുകയും കുന്നുകളെയും പർവ്വതങ്ങളെയും തുലാസിന്മേൽ തൂക്കുകയും ആകാശത്തെ ചാണുകൊണ്ട് അളക്കുകയും
ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും ചെയ്യുന്ന, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് തൂക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ദൈവത്തിന്റെ തേജസ് കാണുമ്പോൾ മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ വീണ് കിടന്നുകൊണ്ട് പറയും, ദൈവമേ നിനക്ക് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ നിനക്ക് മഹത്വം. അല്ലെങ്കിൽ സെൽവി ഹ്യൂക്സ് പറഞ്ഞതുപോലെ, ഈ മഹത്വം കാണാതെ നീ നിന്റെ കമ്പനിയിൽ കയറിയാൽ യു വിൽ ബി ലിംപിംഗ് ആൻഡ് ലേമിംഗ് ത്രൂ ഔട്ട് ദ ഡേ. നിന്റെ കമ്പനിയിൽ, നീ ഫേസ് ചെയ്യുന്ന കമ്പനിയിൽ നീ ഒരു മുടന്തനായിരിക്കും. മറ്റുള്ളവരെല്ലാം മുടങ്ങി നടക്കുന്നു, നീയും മുടങ്ങി നടക്കുന്നു. അവൻ ചോദിക്കും, നിനക്കും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? നീ ഡൗണായി നടക്കുന്നു, ഞാനും ഡൗണായി നടക്കുന്നു. ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, നീ സത്യദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ സൈന്യങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ദൈവതേജസ് കണ്ടിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവനെ ഡൗൺ ആക്കുവാൻ ഈ ലോകത്തിനൊന്നും കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവിന്റെ അടുത്ത് കുറച്ച് കാര്യം ദൈവം ചോദിച്ചു. യെശയ്യാവേ, നീ കണ്ണുയർത്ത് മുകളിലോട്ട് നോക്കിയേ. യേശു നോക്കിക്കാണോ? യേശുവിന് ഒത്തിരി പരാതിയൊക്കെ ഉണ്ടായിരുന്നു. നീ കണ്ണുയർത്തി മുകളിലോട്ട് നോക്കുക. ഇവയെ സൃഷ്ടിച്ചത് ആര്? ഇവയെ സൃഷ്ടിച്ചത് ആര്? അപ്പൊ യേശു ഇങ്ങനെ നോക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ അവയെ ഓരോന്നായിട്ട് സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവനാ എന്ന് പറഞ്ഞാൽ, അതിന്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് അതിന്റെ പരിഭാഷ സ്റ്റെല്ലർ ഷെപ്പേർഡ്. ഒരിടയനെ പോലെ ഓരോ നക്ഷത്രങ്ങളെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടികളെ പോലെ മില്യൺസ് ആൻഡ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഗാലക്സീസ് ഉള്ള നക്ഷത്രങ്ങളെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാ. ഓരോന്നിനെയും ഈ സൈന്യങ്ങളുടെ, എന്റെയും നിങ്ങളെയും അബ്ബാ പിതാവെന്ന് വിളിക്കുന്ന ഈ സ്വർഗീയ അപ്പച്ചൻ ഓരോന്നിനെയും വിളിച്ചിറക്കിയിട്ട് ഒന്നിനെ പോലും മിസ്സായി പോകുന്നില്ല. കാരണം അവന്റെ വീര്യമാഹാത്മ്യവും അവന്റെ ശക്തി നിമിത്തം അതിലൊന്നുപോലും കുറഞ്ഞു പോകുന്നില്ല. എന്നാൽ യാക്കോബേ, നീ പറയുന്നുവോ എന്റെ ന്യായം ദൈവം കാണാതെ പോകുന്നുവെന്ന്? നീ പറയുന്നുവോ എന്റെ വഴി ദൈവത്തിന് അറിയത്തില്ലെന്ന്? ദൈവത്തിന്റെ വചനം പറയുന്നു. നീ കേട്ടിട്ടില്ലയോ? നിനക്കറിഞ്ഞുകൂടെയോ? യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അർദ്ധങ്ങളെ നിർമ്മിച്ചവൻ തന്നെ. എന്നോട് ചേർന്ന് പറഞ്ഞ, അവൻ ക്ഷണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കൂടെ, ഈ ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ, ഞാൻ പറയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അടുത്തൊരു തലത്തിലേക്ക് നമ്മുടെ ആത്മാവ് ഉയരപ്പെടും. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരും. താഴോട്ട് വായിച്ചാട്ടെ. വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. ദൈവം എന്താ ചെയ്യുന്നത്? താഴോട്ട് വായിച്ചാട്ടെ. ദൈവം എന്താ ചെയ്യുന്നത്? താഴോട്ട് വായിച്ചാട്ടെ. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. ഓക്കെ, നമുക്കറിയാം ദൈവം വിശ്വസ്തനാകുന്നു. അടുത്തത്, പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കും. ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു. ഞാൻ ഈ ലിസ്റ്റ് പറയാൻ പോകുന്നത്. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ ഈ പറയാൻ പോകുന്ന ലിസ്റ്റിനകത്ത് പീഡിതന്മാരാണോ? അത് നമുക്കൊത്തിരി ഉണ്ട്. നമുക്കൊത്തിരി മാനസിക പീഡകളും ശാരീരിക പീഡകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം പീഡിതന്മാരെ സ്വതന്ത്രനാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എങ്ങനെ മനസ്സിലായി? ഒരാൾ ചോദിക്കുക, ഇപ്പോൾ സങ്കീർത്തനം പഠിക്കുക, ദൈവം പീഡിതന്മാരെ വിടുവിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരണം. ഗദരദേശത്തൊരു പീഡിതനുണ്ടായിരുന്നു, പിശാച് ബാധിക്കപ്പെട്ട പീഡിതൻ. അവനെ യേശു കർത്താവ് സ്വതന്ത്രനാക്കുന്നത് ആത്മാവിൽ കാണുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരുന്നത്. ദേവാലയത്തിൽ വെച്ചൊരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. കൂനി നടക്കുക 18 വർഷമായി. പക്ഷേ ദൈവം ഭൂമിയിൽ വന്നപ്പോൾ അവളെ തൊട്ട് സൗഖ്യമാക്കി. അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. 12 വർഷം ആശുപത്രികളിൽ കയറി ഇറങ്ങി വീടും പറമ്പും എല്ലാം വിറ്റൊന്നുമില്ലാത്തൊരു സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ, അതുകൊണ്ട് കർത്താവ് ഒരു വാക്യം പറഞ്ഞേ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ, if the Son sets you free, you will be free indeed. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആർ യു ഡിപ്രസ്ഡ്? ഒറ്റ കാര്യം ഞാൻ പറയാം, if the Son sets you free, you will be free indeed. നമ്മള് പ്രഖ്യാറി വാക്യം ഞങ്ങൾ പറയുന്നത് വയനാട്ടിൽ ഒങ്കോളിലൊക്കെ പറയും, if the Son sets you free, you will be free indeed. പക്ഷെ ഞാനിത് ഈ ദിവസങ്ങളിൽ സഭയിൽ അത് പ്രസ്താവിക്കണമെന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്തിനാലെങ്കിലും ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ച പക്ഷിയെ പോലെ
പ്രപഞ്ചത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പറന്ന് ഒരു തടസ്സവുമില്ലാതെ ദൈവത്തെ മടുപ്പില്ലാതെ ആത്മാവിൽ ആരാധിക്കണമെന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? ഒരൊറ്റ വാഗ്ദത്തം ചിന്തിച്ചാൽ മതി. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ ചിത്രവരത് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പുത്രന് എനിക്ക് ചില ഡിസ്കറേജ്മെന്റ് ഉണ്ട്, ഞാൻ ചില സമയത്ത് ഡൗൺ ആവാറുണ്ട്, ചില ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് പറഞ്ഞു, യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഹല്ലേലൂയ. നിങ്ങൾ സത്യം അറിയുന്ന സത്യം നിങ്ങളെ, ദൈവം എന്നെ പഠിപ്പിച്ചൊരു സത്യം നിങ്ങളോട് പറയാൻ പോവാ. ഞാനിതൊക്കെ പറയുന്നെങ്കിലും ചില സമയങ്ങളിൽ ചില ചിന്തകൾ കടന്നു വരും. ചിന്തകൾ ഞാൻ ഇങ്ങനെ വിചാരപ്പെട്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. സിമ്പിളായ ഒരു വചനമാ. ദൈവം സംസാരിച്ച വചനം ഇതാണ്: ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഇൻ ദ എയർ. നമുക്കൊരുമിച്ച് എല്ലാ പക്ഷികളെയും ഒന്ന് നോക്കിയാട്ടെ. ഏതെങ്കിലും ഒരു പക്ഷി ഡിസ്കറേജ്ഡ് ആയിട്ടും വിചാരപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ? നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വയസ്സുള്ള ഒത്തിരി പക്ഷികളെ കണ്ട ആൾക്കാരുണ്ടോ അവിടെ? ഏതെങ്കിലും ഒരു പക്ഷി, അത് കാക്കയായിക്കോട്ടെ, പ്രാവായിക്കോട്ടെ, കുരുവി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഡിസ്കറേജിലും ഡൗൺ ആയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദൈവന്റെ ഹൃദയത്തോട് സംസാരിച്ചത്, യുവർ ഹെവൻലി ഫാദർ ഫീഡ്സ് ദം. അത് സന്തോഷിക്കാൻ കാരണം എന്നറിയോ? നിന്റെ പിതാവായ ഞാൻ അവയെ ഫീഡ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ കാര്യം ഇതാ: ഞാൻ എൻ്റെ വലിയ വീടിന്റെ ആ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിലുള്ള ലക്ഷക്കണക്കിന് പക്ഷികളെ, ലവ് ബേർഡ്സിനെ വളർത്തുന്നവരുണ്ടോ? അതുപോലെ ഞാൻ എല്ലാത്തിനെയും ഫീഡ് ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവാണ് ഞാൻ. പിന്നെ നീ പറയുന്നു എനിക്ക് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്ന്. ആർ യു മോർ പ്രഷ്യസ് ദാൻ they? അപ്പൊ നമ്മൾ പറയും, our Father in heaven, hallowed be thy name, thy kingdom come. നമ്മൾ മറ്റൊന്നും പറയത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. സമയം എടുക്കുന്നില്ല. അതിനോട് ബന്ധപ്പെട്ട ചില വചനങ്ങൾ ദൈവം എനിക്ക് തന്നു. ബാലസിംഹങ്ങൾ എത്ര പേര് ബാലസിംഹങ്ങളെ ആരും നമ്മൾ അടുക്കാറില്ല. മൈസൂരൊക്കെ സൂയിൽ നമ്മൾ അത് പൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മാറി നിൽക്കും, കാരണം ഒരെണ്ണം ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം. പക്ഷെ ബൈബിൾ പറയുന്നു, ബാലസിംഹങ്ങൾ തങ്ങളുടെ ആഹാരം എന്റെ കർത്താവിനോട് ചോദിക്കുന്നു. ഇനി ഏറ്റവും സന്തോഷിപ്പിച്ചൊരു വചനമുണ്ട്. അവനുണ്ടാക്കിയ സമുദ്രം അതാ കിടക്കുന്നു. സമുദ്രം അതാ കിടക്കുന്ന പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിയത് ഇത്തിരി കാണത്തുള്ളൂ. സമുദ്രം അതാ കിടക്കുന്നു. 104 സങ്കീർത്തനം. എനിക്ക് ഏറ്റവും സന്തോഷിച്ച വചനം എന്നാണെന്നറിയോ? ലിവ്യാതാൻ എന്ന് പറഞ്ഞ എന്തോ പുഷ്പ. ലിവ്യാതാൻ എന്ന് പറഞ്ഞ എന്തോ വലിയൊരു സാധനം അല്ലേ? ഭയങ്കര ഒരു സാധനം ലിവ്യാതാൻ. അത് ബൈബിൾ എഴുതിക്കുന്നറിയോ? സമുദ്രത്തിൽ കളിപ്പാനുണ്ടാക്കിയ ലിവ്യാതാൻ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. സമുദ്രത്തിൽ ഇതാണ് ദിസ് ഇസ് ബൈബിൾ ഡിവോഷൻ. സമുദ്രത്തിൽ കളിപ്പാനുണ്ടാക്കിയ ഈ ലിവ്യാതാൻ, ദൈവം തന്നെ ജസ്റ്റ് ടു പ്ലേ, ചുമ്മാ കളിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയ ലിവ്യാതാൻ. പിന്നെ മറ്റു സൈഡിലേക്ക് നോക്കുമ്പോൾ ലുക്ക് അറ്റ് ദ ക്രിയേഷൻ. ലെബനോനിലെ ദേവദാരു ആര് നട്ടതാന്നാ പറഞ്ഞേ? യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരു. അപ്പൊ നമ്മുടെ കർത്താവ്, നീ എപ്പോഴും നടാൻ പോയത്? അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾക്ക് തൃപ്തി വരുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വം അനേക ആംഗിളിൽ ദർശിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാകും, തമ്പുരാനെ, ദൈവമേ, നിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല. ലോർഡ്, ഹു ആർ യു ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? വിചാരപ്പെടലുകളും ടെൻഷൻ അടിയും എല്ലാം ഒരു സൈഡിൽ കൂടെ പറന്നു പോകും. നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഇതിനത്ര ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദ ലോർഡ് സെറ്റ് ദ പ്രിസണേഴ്സ് ഫ്രീ. പിശാചിന്റെ പരിപാടി ഓരോരുത്തരെയും ബന്ധിക്കുക എന്നുള്ളതാ. ആരെ കണ്ടാലും കെട്ടിടുക. യേശുവിന്റെ പരിപാടി ആരെ കണ്ടാലും സ്വതന്ത്രമാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരെ കണ്ടാലും സ്വതന്ത്രമാക്കാതെ യേശു വിടത്തില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ നീ സുവിശേഷം പറയണം. കാരണം യേശു സ്വതന്ത്രമാക്കുന്നവനത്രേ. ഹല്ലേലൂയ. ബന്ധനത്തിലായിരിക്കുന്നവർ, അതുകൊണ്ട് യേശു വന്ന് പറഞ്ഞത് ബന്ധിതർക്ക് മോചനവും. സങ്കീർത്തനം മാത്രം വായിക്കരുത്. സങ്കീർത്തനം വായിക്കുന്നവൻ മത്തായും കൂടെ വായിക്കണം. സങ്കീർത്തനം വായിക്കുന്നവൻ മാർക്കോസൂടെ വായിക്കണം. സങ്കീർത്തനം വായിക്കുന്നവൻ യോഹന്നാനൂടെ വായിക്കണം. അതെ, സങ്കീർത്തനം വായിക്കുന്നവൻ, പ്രിയ സഹോദരൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിന്റെ മുമ്പിൽ തന്നിരിക്കുന്ന ഈ ട്രഷർ നീ നിന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് നീ അനുഭവിക്കാതെ പോകരുത്. ദിസ് ഈസ് എ ഗ്രേറ്റ് ട്രഷർ. 5 മിനിറ്റ് പ്രാർത്ഥനക്കാരി
5 മിനിറ്റ് ബൈബിൾ വായനക്കാരി, യു വിൽ നെവർ ഓൺ ദ വേൾഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ കാണേണ്ടതുപോലെ കാണണം, ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടതുപോലെ മഹത്വം കൊടുക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്തില്ല എന്ന് നമ്മൾ രാവിലെ കേട്ടു. കഴിഞ്ഞ ഒരു പ്രശസ്തനായ ദേവദാസന്റെ മകളോട് ഒരാൾ ചോദിച്ചു, ഈ മറ്റേ ടിൻഡവർ തകർത്തപ്പം ദൈവം എവിടെ പോയി? ഒരു ചോദ്യമാ. നിങ്ങളല്ലേ പറഞ്ഞ യഹോവ വീട് പണിയാതിരുന്നാൽ പണി അധ്വാനിക്കുന്നെന്നും യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വധ ജാഗരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ടിൻഡവർ ടെററിസ്റ്റ് വന്ന് അടിച്ചു തകർത്തപ്പോ എവിടെയായിരുന്നു ദൈവം? അപ്പൊ ആ മകൾ ഒരു ഉത്തരം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ദേശത്തെ, നിങ്ങളുടെ സ്ഥലത്തെ ഈ ദൈവത്തെ ഒട്ടും മൈൻഡ് ചെയ്യാതെ, ഈ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കൊടുക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി നിന്നപ്പം, പൊക്കോ എന്ന് പറഞ്ഞ് ദൈവത്തെ തിരസ്കരിച്ചപ്പം തമ്പുരാൻ 1 സെക്കൻഡ് മാറി നിന്നതേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടുകളിൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കൊടുക്കുന്നുണ്ടോ? ആർ വി ഗിവിംഗ് ദ ഓണർ ടു ദ ഗോഡ്? ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുന്നുണ്ടോ? അതോ TV തേർവാഴ്ച നടത്തുകയാണോ? ടിവിയും സീരിയലും മറ്റെന്തെങ്കിലും ഭൗമിക വിഷയങ്ങളും പൊളിറ്റിക്സും ഒക്കെ ചർച്ച ചെയ്ത് നമ്മുടെ ഭവനങ്ങൾ, മനോഹരമായിരിക്കുന്ന ആലയങ്ങൾ മറ്റ് ഒരു ലൈബ്രറിയോ വായനശാലയോ മറ്റുപോലെ കേരളത്തിലെ ചില സാംസ്കാരിക സ്ഥലങ്ങളെ പോലെ ആയിത്തീരുകയാണോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. ദൈവ തേജസ് ഷക്കേന നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരട്ടെ, അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. The Lord sets the prisoners free. അടുത്ത ദൈവം എന്താ ചെയ്യുന്നത്? വായിച്ചാട്ടെ, സമയം കൊണ്ട് വേഗത്തിൽ വായിച്ചാട്ടെ. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. ബ്യൂട്ടിഫുൾ. അതിനൊക്കെ ദൈവം എന്താ ചെയ്യുന്നത്? നമ്മൾ പെട്ടെന്ന് പറഞ്ഞത് ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ മനസ്സിൽ ഈ അത്ഭുതം പെട്ടെന്ന് വരുന്നേ. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം കണ്ട ദൈവം, അടയാളങ്ങൾ ദൈവം, വീര്യപ്പെടുത്തുള്ള ദൈവം. ശരിയാ. പക്ഷെ ബൈബിൾ പറയുന്നു ദൈവം എന്നാ തരുന്നേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നോട് ചോദിക്കുക, Are you fed daily by the Heavenly Father? സ്വർഗസ്ഥനായ പിതാവ് ദിവസവും ചോറ് വാരി തരുന്നുണ്ടോ? നമ്മുടെ ഭൗതിക ആഹാരം കർത്താവ് തരുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര വലിയ ജോലിക്കാരനാണെങ്കിലും എത്ര ചെറിയ ജോലിക്കാരിയാണെങ്കിലും നമ്മുടെ മേശപ്പുറത്ത് ഓരോ നേരവും ആഹാരം വരുന്നത് തമ്പുരാന്റെ കയ്യിൽ നിന്നാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞില്ല. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനെ നിന്റെ ദയ എന്നേക്കുമുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയാൻ ശരി മടിയുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ വന്നിട്ട് എത്ര നേരത്തെ ആഹാരം മുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ? ഞാൻ പറയാം, ആഹാരം മുടങ്ങുന്നതിന് പോയിട്ട് 48 കൂട്ടം കറികളുമായിട്ട് ദൈവം ജയോത്സവമായിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ച്, ഞാൻ അങ്ങനെ തന്നെ പറയാം, നടത്തുന്ന നമ്മള് ദൈവത്തിന്റെ 2 ഹല്ലേലൂയ പറഞ്ഞാലും ഒട്ടും കൂടി പോകത്തില്ല. ഹല്ലേലൂയ. അവൻ വിശപ്പ് നീക്കുന്നവൻ ആഹാരം കൊടുക്കുന്നു, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനെ നിന്റെ ദയ എന്നേക്കുമുള്ളത്. ഞാൻ പറഞ്ഞു, വീട്ടിൽ ഒരാളെങ്കിലും ഈ സ്തോത്രം പാടാൻ ഒരു മുൻകൈ എടുക്കണം. അന്ന് മിരിയാം തപ്പെടുത്ത് പാടി. വേറെ ആർക്കും ഒരു മൂടില്ലയോ? നിങ്ങൾ തപ്പെടുത്തങ്ങ് പാട്, ബാക്കിയുള്ള കൂടെ ചേർന്നോളൂന്നേ. ബാക്കി എല്ലാവരും പ്രാർത്ഥന സമയത്ത് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുക. ഒരു പാട്ട് പാടിയേക്കാം. ആ കൂട്ടത്തിൽ ഒരു ജോസഫോ, ഒരു മോശയോ, ഒരു ഹാനോക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ദൈവത്തിന് വേണ്ടി ഒരാൾ, ഞാൻ പറഞ്ഞൊരു വീട്ടിൽ സ്റ്റാൻഡ് എടുക്കണം. ആ സമയത്ത് മറ്റൊരാൾ ചിലപ്പോൾ ഡിസ്കറേജ് ആയിരിക്കാം. പക്ഷെ മറ്റു വ്യക്തി ഉത്സാഹിച്ചുകൊണ്ടൊരു പാട്ടങ്ങ് തുടങ്ങണം. ജയം ജയം ഹല്ലേലൂയ തുടങ്ങിയാൽ മതി. ബാക്കി ഞാൻ പറയാം, അവിടെ ഒരു കൃപ വ്യാപരിക്കും, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരപ്പെണ്ണും കുടുംബം രക്ഷിക്കപ്പെട്ട എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? 6 പ്രസംഗമായിട്ട് രക്ഷിക്കപ്പെട്ടെ. ഒറ്റ കാര്യമുള്ളൂ, 2 പേര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്തു, ബാക്കിയുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ മതി. ഭൂകമ്പമെങ്കിൽ അയച്ച ദൈവം ഭൂകമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, അവർ രക്ഷിക്കപ്പെട്ടോളും. താഴെ വാഗ്ദത്തം കിടപ്പുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറയുമുള്ളവരെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എങ്ങനെ വിശ്വസിക്കണം? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കൂട്ടായ്മ ഒന്നും മിസ് ചെയ്യരുത്. നീ ഒരു 24 അധ്യായം വായിക്കുന്നതിനായിരിക്കാം, പക്ഷെ കൂട്ടായ്മയിലെ സ്പോക്കൺ വേർഡ് ഉള്ളൂ. റിട്ടൺ വേർഡ് കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് കരുതണ്ട. സ്പോക്കൺ വേർഡ് വേണം. സ്പോക്കൺ വേർഡ് ഇല്ലാതൊരുത്തിന് വിശ്വാസം അതിന്റെ തലത്തിൽ വളരത്തില്ല. വി നീഡ് റിട്ടൺ വേർഡ് ആൻഡ് വി നീഡ് ദ സ്പോക്കൺ വേർഡ്. നമുക്ക് ഒരുപോലെ റിട്ടൺ വേർഡും വേണം, സ്പോക്കൺ വേർഡും വേണം. റിട്ടൺ വേർഡ് നിങ്ങളുടെ കയ്യിൽ എഴുതി തന്നിട്ടുണ്ട്, സ്പോക്കൺ വേർഡ് കൂട്ടായ്മയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. വിശ്വാസം കേൾവിയാലും. ഞാൻ ചോദിക്കട്ടെ, 17 വർഷം മുമ്പ് അന്ന് വന്ന വിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് വന്ന വിശ്വാസം കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ വിശ്വാസം മേൽക്കുമേൽ എന്ത് ചെയ്യണം? നമ്മുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ എന്ത് ചെയ്യണം? മേൽക്കുമേൽ വർദ്ധിച്ചു 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 വരണം. ലോകത്തെ ജയിച്ച ജയമോ, വേഗം പറഞ്ഞേ, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ
വിശ്വാസം തന്നെ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ദൈവം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പം എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം എന്നൊരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരാളുടെ ബയോഗ്രഫി എഴുതുകയാണെങ്കിൽ ആരെങ്കിലും എഴുതിക്കോട്ടെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എഴുതുവോ? അയാൾ നടന്നെന്ന് മാത്രം എഴുതുവോ? അയാൾ നടന്നു, ആളുകൾക്ക് ഇതാണോ ബയോഗ്രഫി? പക്ഷെ ദൈവം ഹാനോക്കുറിച്ച് എഴുതി വെച്ചിട്ട് ബയോഗ്രഫി ചെയ്താ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. അത്രേ ഉള്ളൂ. ദൈവത്തിന് എന്ത് ചെയ്തു എന്നുള്ളതല്ല വിഷയം. ആ വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവം വിശന്നവൻ ആഹാരം കൊടുക്കും. ആത്മാവിൽ കാണണം കേട്ടോ. ഇത് കണ്ടില്ല ഒരു കുഴപ്പം എന്നറിയോ? വേറൊരുത്തം വന്നു ചോദിച്ചാൽ നമ്മൾ അവനൊന്നും കൊടുക്കത്തില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നറിയോ, അധ്വാനിക്കണം. നമ്മൾ പറയുന്നില്ല, നമ്മൾ അധ്വാനിക്കണം. ഞങ്ങളൊന്ന് ചുമ്മാ ഒന്നുമല്ല ആഹാരം കഴിക്കുന്നത്, അധ്വാനിക്കണം. ദൈവത്തെ കാണും തോറും നമുക്ക് മറ്റുള്ളവരുടെ കരുണ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആഹാരമില്ല. പത്രോസ് ആൾക്കാരൊക്കെ നിൽക്കുക, എങ്ങനെ ഫുഡ് കൊടുക്കുന്നത്? ഇവിടെ നമ്മളൊന്നും അറിയുന്നില്ല. കൃപയാൽ സഹോദരന്മാര് രാത്രി ഉറക്കളച്ചൊക്കെ എന്തുകൊണ്ടുണ്ട് ആഹാരത്തിന് വേണ്ടി പിരിയാന്ന് പറയുന്ന സമയത്ത് അവിടെ സംഭവം എല്ലാം നിരന്നു കഴിയും. ദൈവത്തിന് അതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇറ്റ്സ് എ പ്രൊവിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുണയാ. അപ്പോഴാണ് ഒരു കൊച്ചു പയ്യൻ എന്ത് ചെയ്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവന്റെ 5 അപ്പവും മീനും ഇല്ലായിരുന്നെ കർത്താവ് ചുറ്റി പോവായിരുന്നോ? കർത്താവ് പറ, ദൈവമേ പിതാവെ രക്ഷപ്പെട്ടു. ഒരുത്തിന് 5 അപ്പവും 2 മീനും കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യാ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ 5 അപ്പവും 2 മീനും ഇല്ലായിരുന്നെ ഒരു പട്ടിണി കിടക്കുമായിരുന്നോ? എങ്ങനെ കൊടുത്തേനെ? ഇല്ലായ്മയിൽ നിന്ന് എല്ലാം വിളിച്ചു വരുത്തിയും തന്നെ ഇത്. പ്രൈസ് ദി ലോർഡ്. 40 വർഷക്കാലം സ്വർഗത്തിൽ നിന്ന് മന്ന ദിവസവും ആൾക്കാർക്ക് നോൺ വെജ് ചോദിച്ചിട്ട് നോൺ വെജും കൊടുത്തവനാ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ചെറുക്കിനൊരു വലിയ സന്തോഷം ഉണ്ടാവും. ഇതാ ദൈവം എന്ന് പറഞ്ഞത്. ചെറുക്കിന് എല്ലാവരും പറയും, അറിയോ 5 അപ്പവും 2 മീനും കൊടുത്ത ആരാന്നറിയോ? അവൻ വീട്ടിൽ ചെന്ന് നാട്ടുകാരുടെ എല്ലാം അതിനെ സാക്ഷ്യം പറച്ചില്ല. എല്ലാവരും പറഞ്ഞു, ഞാൻ 5 അപ്പവും 2 കൊടുത്ത്. അത് കണ്ട് സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇതാ നമ്മുടെ പ്രവർത്തനമൊക്കെ ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. അവൻ വിശന്നവന് ആഹാരം കൊടുക്കുന്നവനാ, ദരിദ്രന്മാരെ ആഹാരം കൊടുക്കുന്നവനാ, സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരട്ടെ പ്രിയമുള്ളവരെ. അതിനത്ര സ്പോക്കൺ വേർഡ് പറയുന്നത്, വചനം പറയുന്നു, അവൻ പീഡിതന്മാരെ സ്വതന്ത്രമാക്കുന്നു, അവൻ വിശന്നവൻ ആഹാരം കൊടുക്കുന്നു. വേദത്തിൽ വായിച്ചാട്ടെ. യഹോവ ബദ്ധന്മാരെ, അതിന് മുമ്പേ വായിച്ചു, യഹോവ ബദ്ധന്മാരെ എന്ത് ചെയ്യുന്നു? അഴിച്ചുവിടുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവേ നീ ഭൂമി വന്നിട്ട് നിന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോ തൊട്ട് നീ അഴിച്ചുവിടിയിൽ തുടങ്ങിയതാ. ആൾക്കാരെ കെട്ടപ്പെട്ട പിശാച് മുഴുവൻ കെട്ടിവെച്ചിരിക്കുക. അഴിച്ചുവിട്ടു. രോഗിയാ, നീ പൊക്കോ. ഭൂതത്തെ അവനെ അഴിച്ചുവിട്ടു. ഒരുത്തൻ പാപിയായിരുന്നു, അവനെ അഴിച്ചുവിട്ടു. ഒരുത്തൻ മരത്തിന്റെ കൊണ്ടേ കയറിയിരുന്നു, അവനോടും പറഞ്ഞു നീ സ്വതന്ത്രാണ്ട് പൊക്കോളാൻ പറഞ്ഞു. അന്നാ ഇത്രയും 3.5 വർഷം രാവും പകലും ശുശ്രൂഷ ചെയ്ത കർത്താവ് മരിച്ചിട്ട് പിന്നെ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് മഹാപുരുഷുണ്ട്. ഒരു 3 ദിവസം ഗ്യാപ്പ് കിട്ടി. ആ സമയത്ത് തന്നെ ആയിരുന്നു. താഴോട്ട് പോയിട്ട് അവിടെ ഉള്ളവനെ മുഴുവൻ അഴിച്ചുവിട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ നിത്യദൈവമായ യേശുവിന്റെ പ്രത്യേകത ഞാൻ പറയാം. ഇവൻ ബദ്ധന്മാരെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ, യേശു he sets a prisoners free. ബദ്ധന്മാരെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ബദ്ധന്മാരെ വിടുവിച്ചു. ഈ 3 ദിവസവും കർത്താവ് അനേക ബദ്ധന്മാരെ വിടുവിച്ച് അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴാ കർത്താവിന് തന്റെ പ്രവൃത്തി എന്ത് ചെയ്തത്? he sets the prisoners free. അടുത്ത വചനം വായിച്ചാട്ടെ. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. കുരുടന്മാർക്ക്, അത് സാധാരണ കുരുടന്മാർ, അതെ പുറമേയുള്ളത് മാത്രമല്ല, സ്പിരിച്വലി, ടേക്ക് ഇറ്റ് സ്പിരിച്വലി ഓൾസോ. യഹോവ കുരുടന്മാർക്ക് എങ്ങനെ മനസ്സിലായി? കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. റീഡ് ദ ബൈബിൾ. കുരുടന്മാർക്ക് യഹോവ കാഴ്ച കൊടുക്കുന്നു. അടുത്ത വചനം താഴോട്ട് വായിച്ചാട്ടെ. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അത് ആ വാക്കാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. കുനിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? കുനിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഡിപ്രസ്ഡ്. ദാറ്റ്സ് എക്സാക്ട് വേർഡ്. എന്നാൽ ഡിപ്രഷൻ പറഞ്ഞാൽ വലിയ ഡിപ്രഷനായിട്ട് വലിയ മരുന്ന് കഴിക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേരെ കാണുന്നുണ്ട്. അത് ബെല്ലാരി പോയാലും ഉണ്ട്, വയനാട്ടിൽ പോയാലും ഉണ്ട്, ബാംഗ്ലൂരിലായാലും. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്രൂപ്പ് ഡിപ്രസ്ഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവുണ്ട്. അവന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. വിഷണ്ണ മനസ്സിന് പകരം, ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുന്നവരോട് ഞാൻ ദൈവം എന്നെ പഠിപ്പിച്ചൊരു സത്യം ഞാൻ പറയാം. ഈ വിശ്വാസയാത്രയിൽ കോട്ടകൾ വരും, കോട്ടകൾ. നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ആത്മീയ ഗാനങ്ങളൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോഴാണ് പിശാച് ഒരു ചിന്തയെ കൊണ്ട് തരുന്നത്, ഒരു തോട്ട്. അത് വലിയൊരു കോട്ട പോലെ നിൽക്കുക. കോട്ട വലിയൊരു കോട്ട. ഒരുപക്ഷെ ഒരാളോട് ഒരു പിണക്കമായിരിക്കാം,
അയ്യോ എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. എത്ര വചനം കേട്ടിട്ടും ഇതുവരെ നേരെയായിട്ടില്ലെന്നൊരു ചിന്തയായിരിക്കാം. പക്ഷെ അവനറിയാം ഓരോരുത്തരെ എങ്ങനെ പിടിക്കണം. ഇതെങ്ങനെ ഇടിക്കും, ഇതെങ്ങനെ ഇടിക്കുന്നേ? പ്രിയ സൗരങ്ങളെ, ഒറ്റ കാര്യം ഞാൻ പറയാം. നിങ്ങൾ കമ്പിയും പാരയായിട്ട് അതിന് ചുറ്റും നടന്നാൽ എരികോട്ടയുടെ ചുറ്റും അവന്മാര് നടന്ന പോലെ ഇരിക്കും. അവന്മാര് പക്ഷെ ദൈവം അവരോട് പറഞ്ഞു, ഈ കോട്ട എങ്ങനെ ഇടിയെന്നറിയോ? എങ്ങനെ ഇടിയെന്നറിയോ? കർത്താവിനെ പഠിപ്പിച്ച സത്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞാൻ എവിടെയും വായിച്ചതോ കേട്ടോ അല്ല. ഈ കോട്ട ഇടിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു കോട്ടയുണ്ടല്ലോ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സത്യദൈവമായ കർത്താവിനെ യഥാർത്ഥത്തിൽ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിച്ചാൽ ഈ കോട്ട ഇടിയുക തന്നെ ചെയ്യും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ പറഞ്ഞാട്ടെ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തങ്ങൾ അത്ര. അതുകൊണ്ട് അവരുടെ ബുക്ക് ഫ്രം prison to praise. Either we are in prison or we are പ്രൈസിംഗ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ദൈവം എനിക്ക് നിങ്ങൾക്ക് ഒരു ആയുധം തന്നിരിക്കുക. ശത്രുവിനെതിരെ, പിശാചിനെതിരെ ഒരു ആയുധം തന്നിരിക്കുക. അത് പാട്ടുപുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയല്ല, ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കാനായിട്ടാ. ആ പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാ. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്നറിയോ? ഈ കോട്ടകളെല്ലാം ഇടിയുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ വന്നാലും സ്തുതിക്കാതിരിക്കരുത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്തുതിക്കാതിരിക്കരുത്, പാട്ടുപാടാതിരിക്കരുത്, വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പാട്ടുപാടിക്കൊണ്ടിരിക്കണം. പിശാച് കോട്ടകൾ കെട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പിശാച് എത്ര വലിയ കോട്ട കെട്ടിയാലും ഈ ചർച്ചിലെ ഏറ്റവും ബലഹീനായ വ്യക്തി ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആ കോട്ട ഇടിപ്പാൻ ദൈവസേന ശക്തങ്ങൾ അത്ര. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ പാടും, എന്റെ മനം കൊണ്ട് ഞാൻ പാടും. വീണയും കിന്നരുമായുള്ളവരെ ഉണരുകയും, ഞാൻ അധികാലത്ത് ഉണരും. ഞാൻ വംശങ്ങളുടെ ഇടയിൽ യഹോവയ്ക്ക് ഞാൻ സ്തോത്രം ചെയ്യും. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. അവന്റെ വലം കൈ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സഭ അത് ഹല്ലേലൂയ പണ്ടാൾ പറഞ്ഞ പോലെ ഒരു കൂലിപ്പട്ടാളമല്ല, അതൊരു സന്നദ്ധ സേനയാ. പിശാചിനും അവന്റെ സൈന്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുന്ന പടയാളികളാണ് ഇവിടെ ഇരിക്കുന്നവര്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ആയുധം ഉണ്ടായിരിക്കണം. കോട്ടകൾ വലുതെന്ന് തോന്നിയാലും, കോട്ടകൾ ഒരുപക്ഷെ പാപത്തിന്റെ ടെംപ്റ്റേഷൻസ് ആയിരിക്കാം, വലുതെന്ന് തോന്നിയാലും ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുക. വായടച്ചു വെക്കരുത്. ദൈവം നാവിനെ തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക. ആ കോട്ടകൾ അവിടെ ഇടിയുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, അവൻ കുനിഞ്ഞിരിക്കുന്നു. നിർത്തും. താഴ്ത്ത് വായിച്ചാട്ടെ വേഗത്തിൽ. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ നീതിമാന്മാരെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. യഹോവ നീതിമാൻ. ഇനി ഇതിനിടയ്ക്കൊരു വിഷയം വരും, അതുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകാം, ഇതിന്റെ സമയം തീരുക. അപ്പം ബ്രദറെ ചെല്ലു പറയുന്നില്ലേ, കർത്താവ് നമ്മുടെ ആരാ? പ്രത്യേകിച്ച് പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അത് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. കർത്താവ് നമ്മുടെ സ്നേഹിതനാ. അപ്പൊ ചിലരൊക്കെ പറയും, അയ്യോ ഒന്നും പറയില്ല, കർത്താവ് നമ്മുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു, യഹോവയുടെ ശബ്ദം ആൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാ വാട്ട് എ ഫ്രണ്ട് എന്നൊക്കെ പാടുന്നത് ശരിയാണോ? രണ്ടു വശമുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന സൗകര്യം പറയാം, രണ്ടു വശമുണ്ട്. അബ്രഹാമിന്റെ വീട്ടിൽ കർത്താവ് വന്നായിരുന്നു. അബ്രഹാം ആദ്യം തന്നെ ചെന്നേ, ഹലോ വന്നട്ടെ, എന്താ ചെയ്തേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? നിലം വരെ കുഞ്ഞു കിടക്കുക. നിലം വരെ കുഞ്ഞ് എന്തിനാണ് ചോദിക്കുക? നിങ്ങളുടെ വീട്ടിൽ ഒരാളെ വരുമ്പോ നമ്മള് ഇച്ചിരിയൊക്കെ ഇത് നിലം വരെ കുഞ്ഞു കിടക്കുക, കാലേ വീട് കിടക്കാണ്. റെവറൻഷ്യൽ ഫിയർ ഫോർ ഗോഡ്. ദൈവത്തോടുള്ള റെവറൻഷ്യൽ ആയിട്ടൊരു ഫിയർ ഉണ്ടായിരിക്കണം, അതാണ് അടിസ്ഥാനം. പക്ഷെ നല്ല ആഹാരമൊക്കെ കഴിച്ചു, സാറ പോയി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ആണ്ട് വർത്താനം പറഞ്ഞ ആള് പോകുന്നില്ല. നമ്മളല്ലേ ചില ഭയങ്കര കൂട്ടമുള്ളവരൊക്കെ ഇല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ നിൽക്കുക, പോകുന്നില്ലേ? പറഞ്ഞു, എന്റെ സ്നേഹിതൻ, എന്റെ ഫ്രണ്ടാ, ഒരു കാര്യം മറച്ചു വെക്കാൻ പറ്റുമോ? ദാറ്റ്സ് അതർ സൈഡ്. കർത്തൃമേശ ആദ്യം നടന്നപ്പോ യോഹന്നാൻ എവിടാ കിടന്നേ? മാറിൽ ചാരി കിടക്കുക. ഹല്ലേലൂയ. ദാറ്റ്സ് വൺ സൈഡ്. വെളിപ്പാട് കണ്ടപ്പോ എവിടാ കിടന്നേ? കാലേ വീണ് കിടക്കുക. രണ്ടും നമുക്ക് വേണം. നമ്മൾ കാലേ വീണ് കിടക്കണം, ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തെ ആരാധിക്കണം. പക്ഷേ ഒരു സമയത്ത് നമ്മൾ അവന്റെ മാറിൽ ചാരി കിടക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി തിരുനാമത്തിന് വേണ്ടി പറയാം, ചില സമയത്ത് ഞാനിവിടെ കസേര ഇരുന്ന് ഭയങ്കര പാട്ടും പ്രാർത്ഥനയൊക്കെയാ. പക്ഷെ കുറച്ച് കഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ തേജസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ് കിടന്ന് പറയും, ദൈവമേ നീ അത്യുന്നതൻ, ഉന്നതൻ, പരിശുദ്ധൻ, മഹോന്നതൻ, കരുണയുള്ളവൻ, നീതിമാൻ, തലമുറയായ ഞങ്ങളുടെ സങ്കേതം. എങ്കിലും നിന്റെ പുത്രനെ ഭാവിയായി എനിക്ക് വേണ്ടി തകർത്തു തന്ന നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവ് പറയും, കം ഹിയർ, നീ എന്റെ മാർവിൽ ചാരിക്കിടക്കുക. ദിസ് ഈസ്
ക്രിസ്ത്യൻ ലൈഫ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സഭ വളരട്ടെ. ചോദിക്കണം, എന്റെ പ്രിയൻ എന്നെ പറഞ്ഞു തരിക, നീ എവിടെ ആടുകളെ കിടത്തുന്നേ, എവിടെ നീ എന്നെ മേയ്ക്കുന്നേ? പറയും, നിന്റെ ആട്ടിൻകൂട്ടങ്ങളുടെ അരികിൽ നീ ഇതിനെ മേയ്ക്കാൻ പറയും. ഇറ്റ്സ് എ ക്ലോസ് റിലേഷൻ. പ്രിയ സൗരങ്ങളെ, ഇതൊന്നും പുസ്തകം വെച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ഗോഡ്. ദൈവത്തെ ഓരോ ദിവസവും അനുഭവിച്ചറിയണം. അപ്പോൾ നമ്മുടെ ഡിപ്രസീവ് തോട്ട്സ്, നമ്മൾ തിങ്കളാഴ്ച ഭയങ്കര ഫയർ, ചൊവ്വാഴ്ച ഭയങ്കര ഡൗൺ, ബുധനാഴ്ച പിന്നെയൊക്കെ തട്ടിമുട്ടി പ്രാർത്ഥനയൊക്കെ ഒരു തരത്തിൽ നേരെയായി, പിന്നെ വ്യാഴാഴ്ച നാട്ടിൽ നിന്ന് ഫോൺ വന്നു, ഫുൾ ഡൗൺ. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച സ്തോത്രം പ്രാർത്ഥനയുണ്ട്, നമ്മൾ പിന്നെ വെള്ളിയാഴ്ച നിന്നു. അങ്ങനെ ഒരു തരത്തിൽ കടിച്ചു പിടിച്ച് ഞായറാഴ്ച ആയപ്പോഴും അവിടെ സഹോദരന്മാർ വന്ന് പിന്നെ പ്രാർത്ഥന എല്ലാവരെയും കണ്ട് പ്രൈസലോട് ചോറ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ഞാൻ എന്താവും, ഇനി ഞാൻ ഇങ്ങനൊന്നും ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 4 മണിയായില്ല, 4:30 ആയതേ ഉള്ളൂ. ആ പാടെ എല്ലാവരും എന്നെ വിട്ടു ചോദിക്കുക, ഭർത്താവ് ചോദിക്കുക, നമുക്ക് ജസ്റ്റ് നടന്നിട്ട് വരാം. ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. അല്ല പറയും, നമുക്ക് പിള്ളേരും കൊണ്ട് പാർക്ക് വരപ്പാ. ഓ, ഞാനൊന്നും വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. അല്ല സൗകര്യം പറയും, ചില നമുക്ക് അവിടെ വരെ അവിടെ ആരാണ്ട് അസുഖമായിട്ട് കിടപ്പുണ്ട് ചർച്ചിൽ, നമുക്കൊന്ന് പോയിട്ട് വരാം. ഓ, ഞാനൊന്നും വരുന്നില്ല, നീ വേണേ പോയിട്ട് വാ. നമ്മുടെ ഭാഷ ഇപ്പോൾ അല്ലയോ യൂബറോ ഒക്കെ വിളിച്ചിട്ട് പോകും. പ്രിയമുള്ളവരെ, ക്രിസ്ത്യൻ ലൈഫ് ഇസ് ആൻ എൻജോയബിൾ ലൈഫ്. കർത്താവിന്റെ കൂടെയുള്ള ജീവിതമാണ്. പ്രിയ സൗരങ്ങൾ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുക. താട്ട് വായിക്കാം. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. അടുത്തത്, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. ഈ കൂട്ടത്തിൽപ്പെടാത്ത ആരിലും ഉണ്ടോ അവിടെ? നമ്മളെല്ലാം ഇവിടെ ആരാ? നിങ്ങൾക്ക് സ്വന്തം സ്ഥലം, ഞാൻ എന്നെ അങ്ങനെ കാണുന്നു കേട്ടോ. നമുക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥലവും വീടും ID കാർഡും എല്ലാം ഇവിടെ ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ ആരാ? കേരളത്തിൽ നിന്ന് വന്ന, ബാംഗ്ലൂർ വന്ന പരദേശികളെ ഉപരിയായിട്ട് നമ്മൾ അല്ലേ തന്നെ പരദേശിയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കും. എത്ര ബ്യൂട്ടിഫുള്ളാ! കർത്താവ് എത്ര സുന്ദരനാ! പരദേശി എന്ന് അവന്റെ വഴിക്ക് പോയാൽ പോരായിരുന്നു. നവമിയുടെ പുറകെ രൂത്തിന്റെ പോക്ക് ഞാൻ ഇങ്ങനെ ധ്യാനിക്കാറുണ്ട്. ദൈവമേ, ഒരുത്തി കരഞ്ഞുകൊണ്ട് പോവാ, ഫുൾ കരച്ചിലോട് കരച്ചില്ല. അപ്പം അവള് പറഞ്ഞു, എന്റെ പേര് മാറ്റി കേട്ടോ, നവമി എന്ന് വിളിക്കണ്ട, ഇനി എന്നെ പേര് മാറ്റി. എന്തുവാ ഇനി രജിസ്റ്ററിൽ കൊണ്ട് എന്നാ പറഞ്ഞു, അവിടെ ഇതിൽ കൊണ്ട് പേര് മാറ്റിച്ചാൽ മതി. എന്താ നവമി എന്ന് മാറ്റി മാറാന്ന് വിളിച്ചു. അപ്പോഴും ഒരുത്തി പുറകെ പോവുക. വല്ല ഗതി കണ്ടോ? അപ്പൊ അവള് പറഞ്ഞു, ഇല്ല ഞാൻ വരുക. അപ്പോൾ അവള് പറഞ്ഞു, ഇല്ലില്ല, ഭയങ്കര പ്രശ്നമാണ്, കരച്ചില്ല, നിലവിളിയാ. അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ സ്വന്തം ദേശത്തേക്ക് പോവാ. അവിടെ ചെന്നപ്പോ ഉണ്ട് രൂത്തിന്. നവമിക്ക് പിന്നെ നിൽക്കാം, കാരണം നവമിയുടെ ബന്ധുക്കാരും അങ്കിളുമാരും അവരും എല്ലാവരും ഉണ്ടല്ലോ അവിടെ. രൂത്തിന് ആരാ ഉള്ളത്? രൂത്തിന് ആരുമില്ല. രൂത്തൊരു പരദേശിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭാഗ്യവശാൽ ഞാൻ പുതിയ നിയമത്തിൽ പറയുന്നു, കൃപയാൽ അവള് ബോവസിന്റെ വയലിലാ ചെന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിവിടെ പല കാര്യത്തിനും വന്നതാ, ബിസിനസിനും പഠിക്കാനും അതിനും ഇതിനൊക്കെ വന്നതാ. പക്ഷേ നമുക്ക് എവിടെ ജോലി കിട്ടിയെന്നുള്ള അല്ല വിഷയം. കൃപയാൽ നമ്മൾ ബോവസിന്റെ വയലിൽ വന്നു. ഹല്ലേലൂയ. ഇനി പെറുക്കാൻ വേറെടുത്ത് പോകണ്ട. നമ്മുടെ ജീവിതത്തിൽ അവസാനം എന്തെന്നറിയോ? നമ്മെ വിലക്ക് മേടിച്ച് ബോവസ് നമ്മുടെ സ്വന്തമായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പാടുന്നത്, ഞാനവൻ സ്വന്തം, അവൻ എന്റെ പ്രിയൻ എന്ന് നമ്മൾ പാടാൻ കഴിയുന്നതിന്റെ കാരണം, കണ്ണുനീരിലാണ് നമ്മൾ യാത്ര തുടങ്ങുമെങ്കിലും നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, അവൾ പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കലും കൈവിടത്തില്ല. കാരണം ദൈവത്തെ, എന്നിട്ട് രസം എന്നാ നോക്കുക, അതൊന്നും അല്ല രസം. ദൈവത്തിന്റെ ജ്ഞാനം നോക്കണം. ബോവസിന്റെ വയലിൽ ചെന്ന് കുറച്ച് കറ്റ പെറുക്കി കഞ്ഞി കുടിച്ചു പോവല്ല ചെയ്തത്. യേശു കർത്താവിന്റെ ആ ഒരു ആൻസസ്ട്രിയില്, പുതിയ നിയമത്തില് ഹല്ലേലൂയ, ഒരു വലിയ വല്യമ്മച്ചിയായി തീരുവാൻ ദൈവങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അവൾ ആരായിരുന്നു മറക്കരുത്? ഒരു മോവാബി സ്ത്രീയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മോവാബിന്റെയും അമോന്യന്റെയും 10ാം തലമുറ പോലും യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുതെന്ന് പ്രമാണം കടക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, രൂത്ത് അവിടെ കടന്നു. ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിഹക്കൊട്ടം മുഴുവൻ നശിപ്പിക്കണം, ഒന്നിനെ പോലും കന്നുകാലിയായിട്ട് ഒരു ചെറുതിനെ പോലും വെറുതെ വിടുന്ന് പറയുമ്പോൾ, ഒരുത്തി ഒരു നൂലുമൊക്കെ പിടിച്ച്, ഒരു ചുവന്ന നൂലുമൊക്കെ പിടിച്ച്, അതേലും ഇങ്ങനെ എന്നാ പറഞ്ഞേ, ഇവിടെ താഴോട്ട് ഒരു നൂല് കെട്ടിയിടുന്ന പോലെ ഒരു ചുവന്ന നൂല്. അവൾക്ക് പ്രതീക്ഷിക്കാവോ? ഒരു വേശ്യ സ്ത്രീയായിരുന്നു. പക്ഷേ വിശ്വാസത്താൽ രാഘവ എന്ന വേശ്യയും ഒറ്റുകാരെ കൈക്കൊണ്ട് സമാധാനത്തോടെ നശിക്കാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലോർഡ്, ഓപ്പൺ അവർ ഐസ്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങൾ പെട്ടെന്ന് നിരാശപ്പെടുന്നവരും പെട്ടെന്ന് ഡൗൺ ആകുന്നവരും ഡിപ്രസ്ഡ് ആകുന്നവരും ഒക്കെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം എത്ര ഉന്നതനെന്നൊരു വെളിപ്പാട് ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ നീ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഗോഡ് ഈസ് മൈ ക്രിയേറ്റർ. രണ്ടാമതായിട്ട് ദൈവം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വായിച്ചത്? അവൻ അടുത്തൊന്ന് വാക്യം വായിച്ച, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അടുത്ത വചനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്?
അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. ഈ കൂട്ടത്തിൽ ആരിലും ഉണ്ടോ ഇവിടെ? ഞാൻ ഒത്തിരി ലിസ്റ്റ് പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഉണ്ടോ? ഒപ്പോസിറ്റ് ഉണ്ടോ? ഹംഗറി ഉണ്ടോ? പ്രിസണർ ഉണ്ടോ? ബ്ലൈൻഡ് ഉണ്ടോ? ബൗഡൺ, സ്ട്രേഞ്ചർ, ഫാദർലെസ്, വിഡോ. ഞാൻ പറഞ്ഞ ഈ ഏതെങ്കിലും കൂട്ടത്തിൽ നമ്മൾ കാണും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവമായ കർത്താവിനെ പരിപാലിപ്പൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. യഹോവ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്ര ഉന്നതനാ സൗരങ്ങളെ. ദൈവം അനാഥനെയും, അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിയാ, ദൈവം അനാഥനെയും വിധവയൊക്കെ ദൈവം. പക്ഷെ എനിക്കൊത്തിരി നമ്മൾ പറഞ്ഞല്ലോ, എനിക്കൊത്തിരി വീഴ്ചകളൊക്കെ ഉണ്ട്. ശരിയാ, ഇല്ലെന്നാരാ പറഞ്ഞേ? പക്ഷേ സങ്കീർത്തനക്കാരന് കിട്ടി. എനിക്ക് അയാളോട് ഭയങ്കര അസൂയ ഈ ദിവസങ്ങളിൽ. പുള്ളിക്ക് കിട്ടിയ വെളിപ്പാട് ഭയങ്കര. ആളോ എഴുതി വെച്ചിരിക്കും. ഇപ്പൊ നമ്മൾ സയൻസ് ഒക്കെ അറിയാൻ നമുക്കറിയാം. കർത്താവേ, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ്. അപ്പം വായിച്ചവൻ നമ്മൾ വിചാരിച്ച് നമ്മുടെ അമ്മയോ അല്ലേ? അമ്മയെ നമ്മളെ ആദ്യം കണ്ടത്. എന്നെ കണ്ടത് എൻ്റെ അമ്മയല്ല, നിങ്ങളെ കണ്ട് നിങ്ങളുടെ അമ്മയല്ല ആദ്യം കണ്ടത്. പിന്നെ ആരാ? യുവർ ക്രിയേറ്റർ. എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ എഴുതി വെച്ചിരിക്കുക. എങ്ങനാ? ഓരോരുത്തരെയും കുറച്ച് വരെ അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഉണ്ടാക്കി കമ്പനിയിൽ വിടുന്നതിലല്ല, ഓരോരുത്തരെയും സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നാ പറഞ്ഞത്. എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഭൂമിയുടെ അധോഭാഗങ്ങൾ എവിടെ കൊണ്ട് വെച്ചിട്ട് ദൈവം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആത്മാവിൽ കാണണം. അതിനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ യു ഫോംഡ് എന്ന് എഴുതിയിരിക്കുന്നത്. യു ഫോംഡ്. എന്നാലും ചോദിക്കും, ഇവിടെ ഓരോരുത്തരും നോക്കി എത്ര ഡിഫറൻറ്റ്, എത്ര യുണീക്കാ ഓരോരുത്തരും. ആണോ? ഒരാളെ പോലെ അല്ല. ദൈവമേ, നീ എന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണല്ലോ കർത്താവേ. നീ എന്നെ സ്പെഷ്യലായിട്ട് എങ്ങനെ ഉണ്ടാക്കിയേ? ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നീ എന്നെ മെനയുകയും ചെയ്തപ്പോൾ നിന്റെ അസ്ഥികൂടം എനിക്ക് എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ലെന്ന്. എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയാ, നീ താഴോട്ട് പറയാ. എന്നിട്ട് വേറൊരു രസം കൂടെ ഉണ്ട്. നിയമിക്കപ്പെട്ട നാൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ. ദൈവത്തിന്റെ സർവജ്ഞാനം. ഇവിടെ ആരാധന ഉണ്ടാകുന്നു. ഈ യെരമ്യാവിന് ഒത്തിരി സംശയം. യെരമ്യാവ് ഒരു കൊച്ചു പയ്യൻ. ഇപ്പം ഈ കൂടുതൽ ഒരു കൊച്ചുകൂടി ഇവിടുന്ന് പ്രവചിക്കാൻ പറഞ്ഞ് നമ്മൾ നോക്കല്ലേ, ഇവനാണോ എന്ന് പറഞ്ഞ യെരമ്യാവിന്റെ കാര്യം. പക്ഷെ യെരമ്യാവോട് പറഞ്ഞു, യെരമ്യാവേ, നീ അമ്മയുടെ ഒരു ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. പിന്നെ നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഓക്കെ, അത് രണ്ടും നമ്മൾ സമ്മതിക്കുന്നു. ഓക്കെ, യിരെമ്യാവിനെ ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിന് യിരെമ്യാവിനെ വിശുദ്ധീകരിച്ചു. പക്ഷെ അടുത്ത ഒരു പ്രശ്നമുള്ള വാക്കാ. ആൾക്കാരൊക്കെ ഇടയ്ക്കാണ് ഓർഡിനേഷൻ ഉണ്ടെന്ന് എഴുതുന്നു. ഓർഡിനേഷൻ ഉണ്ടോ? നിങ്ങളുടെ ചർച്ചിലെ ആൾക്കാർക്ക് ഓർഡിനേഷൻ ഉണ്ടോ? യിരെമ്യാവോട് പറഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പ്രോഫറ്റായിട്ട് ഓർഡൈൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഓർഡിനേഷൻ കൊടുത്തു കഴിഞ്ഞു ജനിക്കുന്നതിന് മുമ്പ്. പിന്നെ യിരെമ്യാവോട് പറഞ്ഞു, നീ പോകുക, നിർമൂലമാക്കുവാനും ഇടിച്ചു കളവാനും പൊളിപ്പാനും പണിമാനും വേണ്ടി ഞാൻ നിന്നെ ജനതകളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആദ്യം. ചർച്ചിലൊരു കൂട്ടായ്മയിൽ പ്രബോധനമൊക്കെ പറയും, ഒത്തിരി മുട്ടുവിറക്കല്ലേ. അയ്യോ, എനിക്കാളെ യോഗ്യതയുണ്ട്. ദൈവമേ, ഒന്നും ചിന്തിക്കണ്ട. പ്രിയ സൗരങ്ങളെ, ദൈവം നാം ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാന് നമ്മളെ നല്ലതായിട്ട് അറിയാം. ഹല്ലേലൂയ. നമ്മുടെ വീക്ക്നെസ് എല്ലാം അറിയാം, നമ്മുടെ പ്ലസ് പോയിന്റ് എല്ലാം അറിയാം, നമ്മുടെ മൈനസ് എല്ലാം അറിയാം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാം അറിഞ്ഞിട്ടും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി പറ. എന്റെ എല്ലാ വീക്ക് പോയിന്റ്സും എന്റെ എല്ലാം അറിഞ്ഞിട്ടും, ബിക്കോസ് യു മേഡ് മീ ലോർഡ്. നീയാണ് എന്നെ ഉണ്ടാക്കിയത്, നീയാണ് എനിക്ക് പേരിട്ടത്, നീയാണ് എന്നെ കുറിച്ചുള്ള എല്ലാം എഴുതി വെച്ചത്. നിന്റെ രക്ഷാ പദ്ധതിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നീ ക്രിസ്തുയേശുവിൽ സഭയിൽ നീ എന്നെ തെരഞ്ഞെടുത്ത നിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം രാവിലെ കേട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഗോഡ് ഈസ് മൈ ക്രിയേറ്റർ, ഗോഡ് ഈസ് മൈ റിഡീമർ ആൻഡ് ഗോഡ് ഈസ് മൈ പ്രൊട്ടക്ടർ. ദൈവന്റെ എല്ലാമാ. നിങ്ങൾ ശിവ സാർ നമ്മളെ പൗലോസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആലോചിക്കും, പൗലോസിന്റെ അത്രയും അല്ലേ? ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചു വരിക എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. പ്രിയ സഹോദരങ്ങളെ, പൗലോസിന്റെ ആരാധന എപ്പോഴാണ് വെളിപ്പെട്ടെന്ന് പറയാം. റോമർക്ക് ലേഖനം എഴുതാം. മിക്കവാറും എല്ലാം ജയിലിൽ കിടന്ന എഴുതി 9, 10, 11 അധ്യായം ഒക്കെ തീരാറാകുന്ന സമയത്തേക്ക് പുള്ളിക്ക് അങ്ങ്, ഞാൻ വിചാരിക്കാം, പുള്ളി പേനായും പേപ്പറും എല്ലാം ഇട്ടേച്ച് കിടന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തുള്ളിച്ചാടി കാണും. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവ. അപ്പൊ ശീലാസ് നോക്കി, ഇതെന്താ പറ്റി? ദൈവത്തിന്റെ അറിവ് നിങ്ങൾ ആത്മാവിൽ കാണും. ദൈവത്തിന്റെ അറിവ്, ജ്ഞാനം എന്നിവിടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അഗോചരവും അവന്റെ അറിവ് എത്ര അപ്രമേയമാകുന്നു എന്ന് പറഞ്ഞ സകലവും അവനാലും അവനിൽ നിന്നും അവങ്കിലേക്ക് മഹത്വം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിക്കുക, പൗലോസ് ഒരു ആരാധനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തെഴുതിയ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചു നിങ്ങളെ
പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷനാണ് ആ വ്യക്തിയെ നിർത്തിയത്. പ്രിയമുള്ളവരെ, ഇനി കൊരിന്ത്യയിലെ 2 കൊരിന്ത്യയിലും ഭയങ്കര ദുഃഖങ്ങളുടെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒത്തിരി ശക്തിക്ക് വേണ്ടി അത്യന്തം ഭാരപ്പെട്ടു. പക്ഷേ 2:14 ആള് പറയാ, ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. സ്തോത്രം നമ്മൾ പറഞ്ഞ പോലെ സ്തോത്രമല്ല, ദൈവമേ നിനക്ക് മഹത്വം. ഇനിയും വേറൊരു കാര്യമുണ്ട്. ഈ കൊരിന്ത്യ സഭ 15-ാം അധ്യായത്തില് 1 കൊരിന്ത്യത്തിൽ മരണത്തിന്റെയും ഹേ മരണമേ നിന്റെ ജയം എവിടെ, വിഷമുള്ള എവിടെ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഒരു ബെസ്റ്റിംഗ് ഫോർത്ത്, അത് ആരാധനയിലേക്ക് അങ്ങ് പൊട്ടിപ്പുറപ്പെടുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവർ, ഇനിയും അവിടെ ഈ കൊരിന്ത്യ സഭയിലുള്ള ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. അപ്പോഴത്തേന് പുള്ളി അതിലങ്ങ് സന്തോഷിക്കുക. ഇതിലെല്ലാം പുള്ളി ദൈവത്തെ കാണുക. എന്നിട്ടൊരു ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം ഞാൻ നിങ്ങളെ കാണാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് എന്താ പറഞ്ഞു തീരാത്ത ദാനം? പണിയല്ലേ? ഇവിടെ അടുത്തൊക്കെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ചെറിയ ആ ഓൾട്ടൊക്കെ എഴുതിയിരിക്കുന്ന താങ്ക്സ് ഗോഡ് ഫോർ ദ അൺസ്പീക്കബിൾ ഗിഫ്റ്റ്. എന്തുവാ? അതല്ല. ഹല്ലേലൂയ. ഇവിടെ വണ്ടിയിൽ ദൈവീയത എഴുതില്ല കേട്ടോ. അതല്ല അൺസ്പീക്കബിൾ ഗിഫ്റ്റ്. ദൈവത്തിന് കൊടുക്കാനുള്ള, ദൈവത്തിന് വേണ്ടിയുള്ള ആ ഒരു കാര്യം, ഒരു ധർമ്മശകരം കാണുമ്പോൾ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തും. പറഞ്ഞു തീരാത്ത എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ജീവിതത്തിൽ അടി വന്നപ്പോഴും ഇടി വന്നപ്പോഴും എല്ലാ പ്രശ്നങ്ങളും വന്നപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചപ്പോൾ തനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയാത്ത രീതിയിൽ തന്റെ ഉള്ളിൽ നിന്ന് ദൈവ തേജസ്സിന്റെ ആ ഒരു മഹത്വത്തിൽ ആ വ്യക്തി പ്രശംസിക്കുക ചെയ്തത്. പിന്നെ സൗരങ്ങളെ, നമ്മൾ എഫേസ്യർ ഇങ്ങനെ എഴുതി വന്നു പറയാ, ദൈവത്തെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങളുടെയും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധി എന്ത് ചെയ്യുക? മുട്ടുകുത്തി കേട്ടോ, മുട്ടുകുത്തി. പിന്നെ നിങ്ങൾ അവൻ തന്റെ മഹത്തിന് തനത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ വസിക്കുന്ന വരം നൽകണമെന്നും സ്നേഹത്തിൽ വരുന്ന അടിസ്ഥാനപ്പെട്ടവരായി ദൈവസ്നേഹത്തിന് നീളവും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഓരോ ഗ്രേപ്പാന്തക്ക പരിജ്ഞാനം, അതെ, പരിജ്ഞാനത്തെ അറിവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുവോളം ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിച്ച പുള്ളി അടുത്ത വലിയൊരു അങ്ങ് ആരാധന വെളിപ്പെടുക. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തിന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇതാണ് ആരാധന. പ്രിയമുള്ളവരെ, പൗലോസിന്റെ ജീവിതത്തെ വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എല്ലായിടത്തും പറയുന്നുണ്ട്. അതുപോലെ എല്ലാവരും എടുക്കുന്നൊരു വാക്യമാണ്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പം എല്ലാവർക്കും കൊടുക്കുന്നൊരു വാക്യം ഫിലിപ്പർ 4:19. എല്ലാവർക്കും ഫിലിപ്പർ 4:19 എത്ര പേർ കാണാതറിയാം? എല്ലാവർക്കും അറിയാം. എന്താണ് ഫിലിപ്പർ 4:19? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ താൻ തീർച്ചയായിട്ടും. പക്ഷെ 4:20 ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. അവിടെയാണ് ആരാധന പൂർണ്ണമാകുന്നത്. പുള്ളി തിമോത്തിയോസ് ലേഖനം എഴുതുമ്പം പുള്ളി ഒത്തിരി വർഷമായി മരിക്കാറായ സമയത്ത് പുള്ളി പറയാം, ഞാൻ വളരെ പാപിയായിരുന്നു, പിന്നെ എനിക്കത് കരുണ ലഭിച്ച അവിശ്വാസത്തിൽ അറിയാച്ചുകൊണ്ട് കരുണ ലഭിച്ചെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പറയാ, നിത്യരാജാവായി അക്ഷയനും അദർശനുമായ ഏകദൈവത്തിന് എന്നേക്കും മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അദ്ദേഹത്തോട് തിമോത്തിയോസെ, ദ്രവ്യാഗ്രഹം ഭയങ്കര അപകട, നീ എന്റെ പുറകെയൊന്നും പോയേക്കരുത് കേട്ടോ. നീ അത് വിട്ടോടി നീതി ഭക്തി, ഒരു മോനോട് പറയുന്ന പോലെ വിശ്വാസം ക്ഷമ സൗമ്യത എന്നിട്ട് പിന്തുടരണം, വിശ്വാസം നല്ല പോലെ പൊരുതണം, നിത്യവിനെ പിടിച്ചോളന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാ, അതെ കാര്യമൊക്കെ പറയുന്നത് ശരിയാ, ഞാൻ സാക്ഷി വെക്കാൻ പോവുക. അതെന്താണെന്നറിയോ? ഒന്ന്, സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും. അടുത്തെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നെ പ്രബോധിപ്പിക്കുക. ഞാൻ വിചാരിക്കും, തന്നെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുക്രിസ്തുവിനെ ഓർമ്മ വന്നപ്പം അടുത്ത വാക്യം എഴുതി വെച്ചിരിക്കുക. എന്നറിയാമോ? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷ വരുത്തും. പിന്നെ ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് എഴുതുന്ന എഴുത്താണ്, ജസ്റ്റ് ഒരു 1-to-1 ലെറ്ററാണ്. അതിനകത്തും ദൈവത്തോടുള്ള ആരാധന വെളിപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, തിമോത്തി നിർമ്മല മനസ്സാക്ഷിനെ ആരാധിക്കുന്ന എന്റെ ദൈവസാക്ഷി അവസാനം ഒരു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എന്റെ കൂടെ നിന്നില്ല, എല്ലാവരും പോയി, എന്നാൽ കർത്താവ് എനിക്ക് അവിടെയും പറഞ്ഞിട്ടുണ്ട്, അവൻ എന്നേക്കും
മഹത്വം. ഇപ്പോൾ ഇതാണ് ക്രിസ്തീയത. എല്ലാവരും പറയുന്നത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട്, എല്ലാം ശരിയായിട്ട്, എല്ലാം ഒന്ന് സെറ്റായിട്ട് ദൈവത്തെ ആരാധിപ്പാനും. നോ പ്രിയമുള്ളവരെ, ആരാധനയില്ലെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നില്ല. എന്താണ് സുവിശേഷ വേല? ആരാധനയുടെ ഔട്ട്ഫ്ലോ ആണ് സുവിശേഷ വേല. എന്താണ് മറ്റെല്ലാ കാര്യങ്ങളും? ആരാധനയുടെ ഔട്ട്ഫ്ലോ ആണ് മറ്റു കാര്യങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ദൈവസഭയെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. പുതിയ ഉടമ്പടി എന്താണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ നിന്നെ വേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. നിന്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നയപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ തേജസ് എന്താണെന്ന് കാണുവാൻ. അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റും ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ എൻകറേജഡായി, ഉത്സാഹമുള്ളവരായി അവരെ അതിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുവാനായിട്ട് യേശു കർത്താവ് ഭൂമിയിലായിരുന്ന പോലെ തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്